കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ പറഞ്ഞത് ഈ നിയമ ഭേദഗതി വഖഫ് നിയമ ഭേദഗതിയോടുകൂടി മുനമ്പത്തേതടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നിയമ ഭേദഗതി തന്നെ കൊണ്ടുവന്നത് മുനമ്പത്തേക്കാരെ കൂടി മനസ്സിൽ വെച്ചിട്ടാണെന്നാണ്. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞു, നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമ പോരാട്ടം തുടരേണ്ടി വരും എന്നാണ്. മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത് BJP കേരളത്തിൽ ശ്രമിക്കുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഈ ആക്ഷേപം ശരിവെക്കുന്നതാണോ BJPയുടെ ഇടപെടൽ? സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ നിങ്ങൾ സമ്പൂർണമായും നിരാശരാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. ഓക്കെ, എനിക്ക് ആദ്യമായിട്ട് മുസ്ലിം ലീഗ് പ്രതിനിധിയോട് ഒരു ചോദ്യമുണ്ട്. താങ്കൾ പറഞ്ഞു മുനമ്പം വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. താങ്കൾ ഒരു കാര്യം ചെയ്യണം. താങ്കളുടെ പാർട്ടി പ്രതിനിധീകരിക്കുന്ന MLA KPA മജീദ് 12/12/2022 നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ആ സബ്മിഷൻ ഞങ്ങളുടെ ഭൂമി വഖഫാണെന്നും അത് തിരിച്ചു പിടിക്കാൻ എന്താണ് സർക്കാർ ചെയ്യുന്നതെന്നാണ്. അതിൻ്റെ മറുപടിയും ഉണ്ട്. ഇപ്പോഴത്തെ വഖഫ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ വാദം VD സതീശൻ സാറ് 4 വഞ്ചിയിൽ കാല് വെച്ചെങ്കിൽ മുനമ്പം വിഷയത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു വഞ്ചിയിലാണ്. അത് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്നുള്ളതാണെന്ന് വളരെ കൃത്യമായിട്ട് ഈ കേരള സമൂഹവും ഇന്ത്യൻ സമൂഹവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കിരൺ റിജു അവിടെ വന്ന് പറഞ്ഞത്, കിരൺ റിജു ഒരു മജീഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ന്യൂനപക്ഷ മന്ത്രിയാണ്. ഒരു നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ മുനമ്പം ഒന്ന് മാറിപ്പോട്ടെ എന്നല്ല പറയേണ്ടത്. ഇനിയും അതിൻ്റെ റൂൾസ് വരാനുണ്ട്. ആ റൂൾസ് വരുന്ന മുറയ്ക്ക് മുനമ്പംകാർ അവരുടെ നിയമ പോരാട്ടം, ഒരിക്കലും ഒരു പാർലമെന്റിൽ ഒരു നിയമം വന്നു കഴിയുമ്പോൾ തന്നെ ഇത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരല്ല മുനമ്പത്തുകാർ. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞങ്ങളെ വഞ്ചിച്ചത് കേരളത്തിലെ ഇടതിനും വലതിനുമാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരല്ല. കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ കാര്യം കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് നീതി കിട്ടുന്നത് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്ന് പറഞ്ഞു തരുന്നത് കൊള്ളാം. നേരത്തെ സംസാരിച്ച സുപ്രീം കോടതി അഭിഭാഷകൻ സാറ് പറഞ്ഞു മുനമ്പവും ഇതുവേണ്ടി കൂട്ടി യോജിപ്പിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന VD സതീശൻ സാറിൻ്റെ 10 മിനിറ്റ് ഫോർമുല വരുമായിരിക്കും. അപ്പോൾ എനിക്ക് തിരിച്ചൊരു ചോദ്യമുള്ളത്, എന്ത് നിയമത്തിൻ്റെ പേരിലാണ് അത് കൂട്ടി യോജിപ്പിക്കേണ്ടതില്ല എങ്കിൽ എന്ത് നിയമത്തിൻ്റെ പേരിൽ 1995-ലെയും 2013-ലെയും വഖഫിന് വെച്ചു കൊടുത്ത നീരാളിപ്പിടുത്തമാണ് ഞങ്ങളുടെ മുനമ്പം നിവാസികളുടെ കഴിഞ്ഞ 3.5 വർഷമായിട്ടുള്ള തുറന്ന ജയിലിൽ ഇന്ത്യൻ പൗരന്മാരാണ് ഞങ്ങളും. ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിൻ്റെ പേരിലാണ് ഞങ്ങളെ ഇങ്ങനെയിട്ട് നരകിപ്പിക്കുന്നത്? ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അവിടെ വന്ന് പറഞ്ഞ വലതുപക്ഷവും ഞങ്ങളുടെ സമരപന്തലിൻ്റെ പുറത്ത് പോയി പറഞ്ഞ ഇടതുപക്ഷവും മുനമ്പങ്കാർ ഒറ്റ വാക്കിൽ ഞാൻ ഒതുക്കുന്നു, മകൻ ചത്താലും വേണ്ടില്ല മരുമകൾ കരയണമെന്നുള്ളതാണ് ഇവരുടെ രീതി എന്നുള്ളത് ഈ കേരള സമൂഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനിയും മുനമ്പംകാരെയും അതുവഴി കേരള സമൂഹത്തെയും പറ്റിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രം മുനമ്പംകാരുടെ ഇതിൽ ഞാൻ വെച്ചിരുന്നു. അല്ല, അപ്പൊ ഈ പ്രശ്നം ഇപ്പോൾ ഈ നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കും എന്ന പ്രതീക്ഷയാണ് മുനമ്പത്തുകാർക്കുള്ളത്. അതായത് നിങ്ങൾ പിന്നെ സർക്കാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, UDF പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും കേന്ദ്ര സർക്കാരിന്റെ ഈ വഖഫ് നിയമ ഭേദഗതിയിലാണ് അല്ലേ? ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷമായി നിയമ പോരാട്ടത്തിലാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞ 3.5 വർഷമായി നിയമ പോരാട്ടത്തിലാണ്. ആ നിയമ പോരാട്ടത്തിന് ഒരു ഇതും കിട്ടിയല്ല. എന്ന് നേരത്തെ തന്നെ പറഞ്ഞു, കിരൺ റിജു എന്ന് പറയുന്ന ന്യൂനപക്ഷ മന്ത്രിയാണ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ മുനമ്പം കൂടി മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കലും ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ നിയമം വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ സെക്ഷൻ 2A ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ റൂൾസ് വരുന്ന മുറയ്ക്ക് നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഞങ്ങളുടെ മുദ്രാവാക്യം സമരം തുടങ്ങിയപ്പോഴും നിയമ പോരാട്ടം തുടങ്ങിയപ്പോഴും റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നവരെ, റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടേണ്ടത് ഇവിടെ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമങ്ങൾ കോടതി നിയമ പോരാട്ടത്തിലൂടെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ജനാധിപത്യവാദികളാണ് മുനമ്പത്തുള്ളതെന്നോട് വിനീതമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ അവിടെയുള്ള മുനമ്പംകാരെ പ്രതിനിധീകരിച്ച് ഇന്നലെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചു നിന്നു. ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത് 2025-ലാണ്, അല്ലാതെ 1947 മുമ്പല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.